രാജ്യത്ത് തൊഴിലില്ലായ്മ നിരക്ക് രൂക്ഷമാകാൻ പോകുന്നു എന്നൊരു പുതിയ പഠനം വന്നിട്ടുണ്ട്. അത് സിറ്റി ഗ്രൂപ്പിന്റെ പഠനമാണ്. രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് യുവാക്കളിൽ ഉണ്ടാക്കിയ ആശങ്കകളാണ് ഈ പൊതുതെരഞ്ഞെടുപ്പിൽ പോലും മോദി സർക്കാർ തിരിച്ചടിയായത് എന്ന വിലയിരുത്തൽ കൂടിയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. നോക്കാം. അടുത്ത 10 വർഷത്തിൽ രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് ഗണ്യമായി ഉയരുമെന്നാണ് റിപ്പോർട്ട്. വരുന്ന ദശകത്തിലുണ്ടാകുന്ന തൊഴിലില്ലായ്മ നേരിടാൻ പ്രതിവർഷം 1.2 കോടി തൊഴിലവസരങ്ങൾ പുതുതായി സൃഷ്ടിക്കേണ്ടി വരുമെന്നും പഠനം പറയുന്നു. 7% നിലവിൽ ഇന്ത്യയിലെ വളർച്ചാ നിരക്ക്. ഈ നിരക്കിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് 80 മുതൽ 90 ലക്ഷം തൊഴിലുകൾ മാത്രമേ സൃഷ്ടിക്കാനാകൂ. കാർഷിക രംഗത്തെ ആശ്രയിക്കുന്നവരാണ് ഇന്ത്യയിലെ 46% തൊഴിലാളികളും. നിർമ്മാണ മേഖലയിൽ 11.4% തൊഴിലാളികളാണുള്ളത്. സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ ഇക്കോണമിയുടെ കണക്കനുസരിച്ച് രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 9.2% ഉയർന്നു. 20 മുതൽ 24 വരെ വയസ്സുള്ളവരിൽ തൊഴിലില്ലായ്മ നിരക്കാകട്ടെ 40% കുതിച്ചു. കോവിഡിന് ശേഷം നിർമ്മാണ മേഖലയടക്കമുള്ളവ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചെത്താത്തത് പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നു. നിർമ്മാണ മേഖലയുടെ കയറ്റുമതി സാധ്യതകൾ വർദ്ധിപ്പിക്കുക, വിദേശ കമ്പനികളെ ആകർഷിക്കുന്ന നയങ്ങൾ രൂപീകരിക്കുക തുടങ്ങിയവയാണ് തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള പ്രധാന മാർഗങ്ങൾ. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതും തൊഴിലില്ലായ്മ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം. റിസർച്ച് ഡെസ്ക് 24. അപ്പോൾ തൊഴിലില്ലായ്മ നിരക്കുണ്ട് എന്നാണ് ആ പഠന റിപ്പോർട്ട് പറയുന്നത്. എന്താണ് അതിൽ ഇനിയിപ്പോൾ ചർച്ചകൾ നടക്കട്ടെ, ഒരു സർക്കാർ എന്താണ് പറയുന്നത് നമുക്ക് കാത്തിരുന്ന് കാണുകയും ചെയ്യാം. അപ്പോൾ കമന്റ്സിലേക്ക് വരാൻ പെട്ടെന്ന് ഒരുപാട് പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പ്രോഗ്രാമായി മാറുന്നു നമ്മുടെ ഗുഡ് നൈറ്റ് ഷോ എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷം. പ്രജി ആൻഡ് പ്രവി എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ഷോ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാമാണ് നിങ്ങളുടെ ഗുഡ് നൈറ്റ് പ്രോഗ്രാം. തകർക്കണം രണ്ടുപേരും കൂടെ എന്ന് പറയുന്നത് ഷെമി സുലൈമാനാണ്. താങ്ക് യു സോ മച്ച് ഷെമി. അപ്പം പ്രജൻ ശ്രീരാഗമോ എന്ന പാട്ട് പാടണമെന്ന് പറയുന്നുണ്ട് മിനി ബാബു. അപ്പം ഇല്യൂമിനാറ്റി പാടും, അങ്ങനെ കുറച്ച് പാട്ടുകൾ പറഞ്ഞിട്ട് അതൊക്കെ പാടുമെന്ന് നിരവധി പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ നമ്മുടെ കുട്ടികളുടെ ഒരു കാര്യം പറഞ്ഞില്ലേ നമ്മുടെ പാലക്കാട്, അപ്പൊ അവരെ കുറിച്ച് ലേഖ ജയൻ പറയുന്നു, ഈ കുഞ്ഞുങ്ങൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ NSSൽ ചേരുക, മനസ്സ് നന്നാവട്ടെ, മതമേതെങ്കിലും ആവട്ടെ, മാനവഹൃത്തിൽ ചില്ലയിലെല്ലാം നാമ്പുകൾ വിരിയട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലും ആവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം നാമ്പുകൾ വിരിയട്ടെ, മനസ്സു നന്നാവട്ടെ. പണ്ട് NSSൽ ഉണ്ടായ സമയത്ത് പഠിച്ച പാട്ടാണ്. അപ്പം ഷാജി പൊയ്കയിൽ വരുന്ന വാർത്ത കുറെ ഞങ്ങൾ ഇന്ന് കേട്ടതാ, ഞങ്ങൾ ഉറങ്ങാതെ ഇരിക്കുന്നത് ഈ പാട്ടും കമന്റും ഒക്കെ കേൾക്കാനാണ്. അയ്യോ അങ്ങനെ പറയുന്നത്, വാർത്തകളായിട്ട് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. വാർത്തകൾക്ക് ഒരു മാറ്റവുമില്ല. അതിനിടയിൽ നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മുടെ പാട്ടുകളും മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് പോവാം. അതല്ല രസം. അങ്ങനെ ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് നമ്മളിങ്ങനെ കാണുന്നുണ്ട്. സിന്ധു കേസ് പറയും. നമ്മൾ നേരത്തെ ഒരു ഹെഡ്ലൈൻ സ്റ്റോറി കണ്ടപ്പോൾ അതിൽ വന്ന ഒരു വാർത്തയെ സംബന്ധിച്ചാണ് സിന്ധു കേസിന്റെ ഈ പരാമർശം. സാമ്പാറിൽ കഷ്ണമില്ലാത്തത് കൊണ്ട് ആവാം ആ കട പൊട്ടിച്ചത്, അടിപൊളി എന്ന് പറയുന്നു. പക്ഷെ അതല്ല, അങ്ങനെയല്ല. പ്ലാസ്റ്റിക് സഞ്ചി കറിയിൽ ഉണ്ടായതുകൊണ്ടാണ് ആ കടയ്ക്കെതിരെ ആരോപണം വന്നത്. അങ്ങനെയാണ് ആ കട പൊട്ടിച്ചത്. ആമിന പറയുന്നു, പ്രസിഡന്റ് പ്രവിത, ഒരു പരാതിയുണ്ട്, ഞങ്ങൾ സ്ഥിരം പ്രേക്ഷകരുടെ കമന്റ് ഒന്നും ഇപ്പോൾ വായിക്കാറില്ല. നിങ്ങളുടെ കമന്റ്സ് ആണ് വായിക്കാറുള്ളത്, അങ്ങനെ പറയരുത് ആമിന. പിന്നെ സോളോ ഫ്യൂഷൻ പറഞ്ഞു, ഞാൻ ഫ്ലൂട്ടിസ്റ്റ് ആണ്, എനിക്ക് തൊഴിൽ തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അയ്യോ, ഇവിടെ അതിനുള്ള വേക്കൻസി ഒന്നും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് വന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ കമന്റ്സ് അയച്ചുകൊണ്ടിരിക്കുക.